ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മലയും കൊണ്ട് നിധി ഇങ്ങനെ ജോലി സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അവിടെ ആയപ്പണി ചെയ്യാനുള്ള തീരുമാനം നിർമ്മല എടുക്കുകയാണ്. ഇതേസമയം അവർ തമ്മിൽ പിരിയുന്നുണ്ട് കേട്ടോ. പിന്നീട് നിധിയുടെ വീട്ടിലോട്ട് പോവാണ്. ഈ സമയം CKCയും ശിവാനിയും കൂടി തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഇത് നിർമ്മല യാദൃശികമായി കാണുകയാണ്, റോഡരികിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ CKC പറയാണ് അവൻ്റെ കമ്പനിക്കുള്ള എല്ലാ പേപ്പേഴ്സുകളും ശരിയായി, അവൻ ഇനി തീർച്ചയായും ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അയ്യോ ഇനി എന്ത് ചെയ്യും മകൾ, അതൊരിക്കലും പാടില്ലല്ലോ. അയാൾ ഉയർന്ന പദവിയിലോട്ട് എത്തരുത്, എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ആപത്ത്. അയാൾ ഒരിക്കലും ഉയർന്ന പദവിയിലോട്ട് എത്തരുത് എന്ന് വീണ്ടും ആവർത്തിക്കും. ഉടൻ തന്നെ പറയണം അത് എത്തില്ല, അതിന് ഒരു കാര്യം കൂടി ഇനി ആ കമ്പനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. എന്താ എന്ന് ചോദിക്കുമ്പോൾ സോയിൽ ടെസ്റ്റ് നടത്താനുണ്ട് എന്ന് പറയാനായിട്ടാണ്. ഇത് കേട്ട ഉടനെ ശിവാനി പറയണേ, സോയിൽ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ വിജയിക്കില്ലേ? ഇല്ല, അതൊരിക്കലും വിജയിക്കില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ മണ്ണ് എത്ര നല്ലതാണെങ്കിലും അവിടെ ഒരു കമ്പനി നിർമ്മിക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ തെളിവുകൾ ഞാൻ ഉണ്ടാക്കുമെന്ന് പറയട്ടോ. ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ശരിയാണ്. എന്നാൽ ഇത് നിർമ്മല നിന്ന് കേൾക്കണം കേട്ടോ. എടി വഞ്ചകി, നിന്നെ പലവട്ടം നിധി വേണ്ടെന്ന് വെച്ചിട്ടും നീ എന്തിനാടി അവർക്ക് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് എന്നിങ്ങനെ നിർമ്മല ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നിർമ്മല അവിടെ നിന്ന് പോവാണ്. ഇതേസമയം ശിവാനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലും നേരെ കാണിക്കുന്നത് ഗൗതമിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഗൗതം തൻ്റെ സോയിൽ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഗൗതം തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുക. അപ്പം നിധിയാണെങ്കിലും ഒരു ഗ്ലാസ് പാല് പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് നിധി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ എനിക്ക് പാല് വേണ്ട എന്ന് ദേഷ്യത്തോട് കൂടി പറയാനായിട്ട്. അപ്പോൾ വീണ്ടും പറയണേ, അത് പറ്റില്ല ഗൗതം, ഒരു ഗ്ലാസ് പാല് എടുക്കൂ. അയ്യോ ഞാൻ സോയിൽ ടെസ്റ്റിനുള്ള പേപ്പേഴ്സുകൾ കുറേ എടുക്കാനുണ്ട്, അത് എടുത്തിട്ടില്ല, അതും കൂടി പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞു വരുമ്പോൾ കാണാം തൻ്റെ മേശപ്പുറത്ത് സോറി കേട്ടോ ആ പേപ്പേഴ്സുകൾ എടുത്തു വരുമ്പോൾ നിധി പറയുന്നുണ്ട്, ഈ പാല് കുടിക്കൂ ഗൗതം. വേണ്ട, എനിക്ക് പാല് വേണ്ട. ശരി, പാല് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഗൗതമിന് ഒരു സർപ്രൈസ് തന്നാലോ? എന്ത് സർപ്രൈസ് ആണോ? ഞാൻ ആകെ ടെൻഷനിലാണ് ഈ സമയം. നീ എന്ത് സർപ്രൈസ് ആണ് എനിക്ക് നൽകുന്നത്? ഇത് കേട്ടോടെ തന്നെ സർപ്രൈസ് ഉണ്ട്, നീ വാ എന്ന് പറഞ്ഞിട്ട് ഗൗതമിന്റെ കണ്ണുകൾ ഇങ്ങനെ നിധി കെട്ടുകയാണ് കേട്ടോ. ഇതേ സമയം കുറച്ചു നേരം ഇവിടെ നിൽക്ക് നിധി, എനിക്ക് പോവാൻ സമയമായി. ഇപ്പോൾ നിന്റെ ഈ കുസൃതി തരം നിർത്തൂ എന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ ഇത് കുസൃതി എന്നല്ല, ഇവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് നിധി എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കൊടുന്നു വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഇങ്ങനെ സർപ്രൈസ് തൻ്റെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഗൗതമിനോട് പറയാം, ഇനി കണ്ണഴിച്ചോ എന്ന് പറയണം. ഗൗതം കണ്ണഴിക്കുമ്പോൾ തൻ്റെ മുന്നിൽ എന്തോ ഒരു വലിയ കൂറ്റൻ സാധനം ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അതിന് മുകളിൽ മൂടിയിട്ടിരിക്കുന്ന ആ തുണി മാറ്റുമ്പോൾ ഗൗതമിനെ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച ഗൗതമിന്റെ കൺമുന്നിൽ കാണുന്നത് ഒരു താൻ ഉണ്ടാക്കുന്ന ആ ബിൽഡിങ്ങിന്റെ പ്ലാൻ അത് വരച്ചതുപോലെ നിധി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ, തെർമോക്കോൾ വെച്ച്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. ഗൗതം, എടോ ഇത് വലിയൊരു അപ്രതീക്ഷിതമായൊരു സർപ്രൈസ് തന്നെയാണല്ലേ നീ എനിക്ക് തന്നത്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഇത് പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് സോയിൽ ടെസ്റ്റിൽ പാസ്സാവും എന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ തീർച്ചയായും പാസ്സാവും. ഗൗതം പോയിട്ട് വരൂ, ഇനി സന്തോഷവാനായിരിക്കും. ഇങ്ങനെ ഒരു ബിൽഡിംഗ് ആ ഭൂമിയിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ പറഞ്ഞു വിടാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഗൗതം നേരെ ഈ സോയിൽ ടെസ്റ്റ് നടത്തുന്ന ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൗതമിനൊപ്പമുള്ള ആളോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ടെസ്റ്റുകൾ വിജയിക്കുമ്പോൾ തീർച്ചയായും ആ ഭൂമിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല, തനിക്ക് തന്റെ ടെസ്റ്റ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൗതം ആ ഓഫീസിനുള്ളിലോട്ട് ചെല്ലുമ്പോൾ ഉടൻ തന്നെ അയാൾ പറയണം, അതെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഭൂമി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിലൊരു ബിൽഡിംഗ് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കേട്ടോടെ തന്നെ എന്തുകൊണ്ട് പറയൂ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ആ ഭൂമിയിൽ ഒരു ബിൽഡിംഗ് നൽകാൻ പറ്റില്ല, നിങ്ങളുടെ സോയിൽ ടെസ്റ്റ് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുന്ന ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കണം, എന്തുകൊണ്ട് പാസ്സായില്ല? ഇതിന്റെ ഓരോ കടലാസുകളും ഓരോ സ്ഥലത്ത് പോയി ഞാൻ ശരിയാക്കി കറക്റ്റാക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോൾ എന്തുകൊണ്ട് പാസ്സാക്കിയില്ല? എടോ, താൻ എന്നെ ചോദ്യം ചെയ്യുന്നു വേണ്ട, ഞാൻ തന്റെ മുകളിൽ ഇരിക്കുന്ന ആളാണ്, തനിക്ക് അനുവാദം നൽകുന്ന ആളാണ്, അത് തനിക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് അത് അറിയാവുന്നത് കൊണ്ടല്ലേ തന്റെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നതെന്ന് ഗൗതം പറയും. എന്താണ് താൻ എന്നെ വിളിച്ചത് തന്റെ മുന്നിലെന്നോ? പിന്നെ ഞാൻ എന്തുച്ചരിക്കണം? നിങ്ങൾ മനഃപൂർവ്വം എനിക്ക് സോയിൽ ടെസ്റ്റ് തരാതിരുന്നല്ലേ? ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത്? അത് കേട്ട ഉടനെ തന്നെ അയാൾ പറയുന്നത്, ഇതിനു മുന്നിൽ ആരുമല്ല, പണമാണ് കളിച്ചത്. പണം എനിക്ക് മുന്നിൽ എത്തിത്തന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സോയിൽ ടെസ്റ്റിനുള്ള ആ ഒരു അപ്ലൈ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുന്നതിനോട് ഗൗതം അങ്ങ് ദേഷ്യപ്പെടിക്കാൻ, എടോ പാവപ്പെട്ടവനിക്കും വേണ്ടേ ഈ ഭൂമിയിൽ ഓരോന്നും ഉണ്ടാക്കില്ലേ? അത് പാവപ്പെട്ടവർക്ക് പറ്റില്ലെന്നുണ്ടോ? ഭൂമിയിൽ വിജയമുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ, പണമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ. എൻ്റെ അടുത്ത് പണമില്ല, താനിത് തരുന്ന എന്ന തരത്തിലടാ, മര്യാദക്ക് ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞിട്ട് അയാൾ ഗൗതമിനെ ഇറക്കി വിടുമ്പോൾ ഗൗതം ആകെ തകർന്ന്
തരിപ്പിടമാവാണ് കേട്ടോ. ഈശ്വര, എനിക്ക് മുന്നിൽ എന്താ ഇങ്ങനെ ആയിപ്പോയത് ഈശ്വര, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ച് താൻ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഗൗതം പുറത്തിറങ്ങുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വന്നിറങ്ങുന്ന CKC ആയിരിക്കും കേട്ടോ. CKCയെ കാണുന്ന ഗൗതമിനെ അടിമുടി കയറാണ്. അങ്ങനെ ഗൗതമിനോട് CKC പറയണേ, എന്താടോ തൻ്റെ ആ ഒരു പദ്ധതികളൊക്കെ പൊളിഞ്ഞു വീണോ, തനിക്ക് സോയിൽ ടേസ്റ്റ് കിട്ടിയില്ലേ, അത് കേട്ട അത് തന്നോട് എന്താ എനിക്ക് പറയേണ്ട ആവശ്യം എന്ന് ഗൗതം ചോദിക്കുമ്പോൾ, എന്നോടല്ല അത് ഞാൻ പിന്നെ ആരോട് പറയും, എനിക്ക് മുകളിൽ ഒരു പരുന്തും പറക്കാൻ പാടില്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞതാണെങ്കിൽ അത് ഉറപ്പ്. നീ ലക്ഷങ്ങൾ വാരി അറിഞ്ഞാൽ അയാൾ നിനക്ക് സോയിൽ ടെസ്റ്റ് തരും, എന്നാൽ ലക്ഷങ്ങൾ നിന്റെ ഇല്ലല്ലേ. പഴയ പ്രതാപമുള്ള ഗൗതമല്ലല്ലോ, ഇപ്പൊ പിച്ചക്കാരനായ ഗൗതമല്ലേ, എന്നാ പിച്ചക്കാരാ ഇതാ കയ്യിൽ വെച്ചോളൂ 100 രൂപ എന്നും പറഞ്ഞിട്ട് ഗൗതമിന്റെ പോക്കറ്റിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ട് CKC അവിടെ നിന്ന് പോകുമ്പോൾ തിരിച്ച് ഗൗതം ഇങ്ങനെ ശബ്ദമുണ്ടാക്കി വിളിക്കണം കേട്ടോ. എടോ താൻ എവിടെ നിൽക്കടോ, എടോ തൻ്റെ ഈ 100 രൂപ താൻ തന്നെ ഈ പോക്കറ്റിൽ വെച്ചോളൂ, ഇത് തനിക്ക് തന്നെ ഉപകാരം വരും. ഒരിക്കലും ഈ ഗൗതം തോൽക്കില്ല. ഗൗതം ഒരു പുതിയൊരു പദ്ധതിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗൗതം അത് വിജയിച്ചിരിക്കും. തീർച്ചയായും ഗൗതം ഈ ഭൂമി പൂജ കഴിഞ്ഞെങ്കിൽ ആ മണ്ണിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് പണിഞ്ഞിരിക്കും. ഇത് താൻ ചെവിയിൽ നുള്ളിക്കോ, തൻ്റെ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു വീഴുമ്പോൾ എന്റെ ബിൽഡിങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് നീ കണ്ടോടാ എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ ഉടൻ തന്നെ CKC കണ്ടു സോയിൽ ടെസ്റ്റ് തോറ്റിട്ടും ഇങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യാൻ നിന്നെ കൊണ്ട് തന്നെയാണ് കഴിയുള്ളൂ, ഇങ്ങനെയുള്ള പരിഭവങ്ങൾ പറയാൻ നിന്നെ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ പുച്ഛത്തോടുകൂടി ഇങ്ങനെ കളിയാക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഗൗതം തകർന്ന് തന്റെ വീട്ടിലോട്ട് പോവാണ്. ഇതേ സമയം നിധിക്ക് നിർമ്മല വിളിച്ചിരിക്കുകയാണ്. നിർമ്മല പറയണേ, മോളെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത്? ശിവാനിയും CKCയും തമ്മിൽ നല്ല കൂട്ടുകെട്ടാണ്, അവർ തമ്മിൽ ഒരു സംഭാഷണം ഞാൻ കേട്ടു. എന്തെന്ന് ചോദിക്കും നിധി. അപ്പോൾ ഉടനെ തന്നെ പറയണേ, അവർ തമ്മിലുള്ള സംഭാഷണം ഗൗതമിന് ഒരിക്കലും സോയിൽ ടെസ്റ്റ് കിട്ടില്ലെന്ന്, അയാൾ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ അയാൾ പറയുന്നത്, അതുകൊണ്ട് ഈ ഒരു സോയിൽ ടെസ്റ്റ് കിട്ടില്ലേ എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ തീർച്ചയായും ഗൗതം ആ ഭൂമിയിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ സോയിൽ ടെസ്റ്റ് കിട്ടിയിരിക്കും. നിർമ്മലാന്റി സങ്കടപ്പെടേണ്ട, ഉറപ്പായി അമ്മേ ഞാനത് ചെയ്തിരിക്കും. മോളെ നിന്റെ വാക്കുകളാണ് ഞാൻ വില കൊടുക്കുന്നത്, നീ പറയുന്നത് സത്യമാണോ? അതെ അമ്മേ സത്യം തന്നെ. എന്റെ ഗൗതമിനെ ആ ഭൂമിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കണമെന്ന് ഗൗതം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുമെന്ന് പറയട്ടോ. ഇതേ സമയം ഗൗതമാണെങ്കിൽ തകർന്ന് തരിപ്പിടമായി പെരുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഭൂമി പിളർന്നു പോകുന്നത് പോലെ, തനിക്ക് ഓരോ ചുവടും വെക്കുമ്പോൾ അവിടേക്ക് കുഴിയുള്ളതുപോലെ ഗൗതമിന് നടക്കാൻ കഴിയുന്നില്ല. ഗൗതം ആകെ പരവേശനായിരിക്കുന്ന, ആകെ ബുദ്ധിമുട്ട് അവശ്യ നിലയിലായിരിക്കുകയാണ് ഗൗതം. ആ സമയം തന്റെ മുന്നിൽ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച CKCയും ശിവാനിയും തമ്മിൽ സംസാരിക്കുന്ന ആട്ടാ. CKC പറയണം, അവൻ ഒരിക്കലും ഉയർന്ന പദവിയിലോട്ട് പോവില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഉണ്ടാവും. എന്നല്ലേ എന്ത് ചെയ്തു അങ്കിൾ എന്താ ചെയ്തത്? അതൊക്കെയുണ്ട്. സോയിൽ ടെസ്റ്റ് പാസ്സായില്ല അവന്. സോയിൽ ടെസ്റ്റ് നടന്നാൽ മാത്രമാണ് അവന് ആ ഭൂമിയിൽ ബിൽഡിംഗ് പണിയാൻ കഴിയുള്ളൂ. എന്നാൽ അത് നടന്നില്ല. അതിനുള്ള വേലത്തിരക്ക് എന്റെ കയ്യിലുണ്ടെന്ന് തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അത് നടന്നിരിക്കുന്നു. അത് കേൾക്കുന്ന ഗൗതം ഞെട്ടിപ്പോവാനിട്ട. തന്നെ വീണോടുത്ത് കിടന്ന് കുത്തുന്ന ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ എവിടെയും ഉണ്ടാവില്ല എന്ന ആ വീറും ഭാഷയോടുകൂടി താൻ തന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നിധി അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ. തളർന്നു വരുന്ന ഗൗതമിനെ കാണുമ്പോൾ നിധി ചോദിക്കുക, എന്ത് പറ്റി? എന്ത് പറ്റാനാടോ ഈ ഗൗതം? എവിടെ പോയാലും തന്നെ തളർത്താൻ മാത്രമുള്ളവർ ചുറ്റും പിറകെ ഉണ്ടാവുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയാനായിട്ട്. അപ്പൊ എന്തായാലും ഗൗതം ആ ഭൂമിയിൽ ഇനി ആ ബിൽഡിംഗ് പണിയും അതിനുള്ള വേലത്തരങ്ങളൊക്കെ നിധി ചെയ്തു വെച്ചിട്ടുണ്ടാവും. താൽക്കാലിക വിജയം ഒരു ദിവസം 2 ദിവസത്തിന് മാത്രം. അത് കഴിഞ്ഞാൽ വലിയ വിജയമാണ് ഗൗതമിന്റെ മുന്നിലോട്ട് നിധി കൊണ്ടുവരിക കേട്ടോ.